ചൈനീസ് കൾച്ചറിൻ്റെയും ട്രഡീഷൻ്റെയും ഭാഗമായിട്ട് എല്ലാ വർഷവും ഈ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടത്താറുണ്ട്. ചൈനീസ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആണിത്. ഈ വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വീക്കെൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഒത്തിരി ഗെയിമുകളും ഫുഡ് ഐറ്റംസ്, ചോക്ലേറ്റ്, നമ്മളുടെ ബബിൾ ടീ, നൂഡിൽസ്, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം നമ്മുടെ കൺമുന്നിൽ തന്നെ ലൈവായിട്ട് ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രോഗ്രാം, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ളതായിരുന്നു. പക്ഷേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡായിരുന്നു. നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കും. ചില സ്റ്റോളുകളിലൊക്കെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഫുഡ് ഐറ്റം വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളും ഒക്കെ ഇതിനിടയ്ക്കുണ്ടായിരുന്നു. ഒരു 50+ സ്റ്റോളുകളുണ്ടായിരുന്നു. ഫുഡ് സ്റ്റോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ചൈനീസ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണിത്. ഈ വർഷം മിസ് ചെയ്തവർക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ സ്ക്വിഡും ഒക്ടോബസൊക്കെ ആട്ടോ ഇത് നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല. ഒരു റബ്ബർ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സ്മെല്ല് തീരെ ഇഷ്ടമായില്ല. ഏറ്റവും കൂടുതൽ ക്യൂ ഉണ്ടായിരുന്നത് ഈ ഫ്രൂട്ട് വാങ്ങിക്കാനായിരുന്നു. നമ്മളുടെ സ്ട്രോബെറി, ഓറഞ്ച്, അതെല്ലാം മറ്റേ ഷുഗറിൻ്റെ സിറപ്പിൽ മുക്കിയിട്ടുണ്ട്. അതിന് ഭയങ്കര ക്യൂ ആയിരുന്നു. ഒത്തിരി ആൾക്കാർ അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ട്രിപ്പിന് 4 യൂറോ കേട്ടോ. ഈ ഒരു സ്ട്രിപ്പിന് 3 എടുക്കുകയാണെങ്കിൽ 10 യൂറോയ്ക്ക് കിട്ടും. അങ്ങനെയായിരുന്നു മിക്ക ഫുഡും. നമ്മുടെ പുട്ട് പോലത്തെ ഒരു സാധനം കേട്ടോ. അതിൻ്റെ സെയിം ഒരു പൊടിയിൽ ഇതുപോലെ ആവിയിൽ വെച്ചിട്ട് അവർ തരുന്നത്. ഇടയ്ക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു.